നമസ്കാരം. മസ്ലീസ് ഐസ്ക്രീം മാജിക്കിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെഫ് ഇവിടെ റെഡിയാണ്. അപ്പൊ നമ്മുടെ ഉപ്പും മുളകിലെ ശിവാനി കുട്ടിയാണ് നമ്മുടെ ഗസ്റ്റ്. ലെറ്റ്സ് വെൽക്കം ശിവാനി. വെൽക്കം. താങ്ക് യു. റെഡിയാണോ ഡിഷൊക്കെ ട്രൈ ചെയ്യാനായിട്ട്? വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ തുടങ്ങിയാലോ? ഓക്കെ, ഇന്ന് നമുക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത്? ട്രോപ്പിക്കൽ സ്മൂത്തി ഉണ്ടാക്കാം. ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. ഓ, കൊളാജൻ ബൂസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നെയിൽസിനും ഒക്കെ നല്ലതാണ്. അതെ അതെ, റൈറ്റ്. ഓക്കെ, പ്രത്യേകിച്ച് വലിയ കുക്കിംഗ് മെത്തേഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയും നമ്മൾ ബ്ലെൻഡറിൽ എടുക്കുന്നു, ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കുന്നു. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം. മെഴ്സിന്റെ ഐസ്ക്രീം ഫ്രീസറിൽ വേണമെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുക. ഇതേപോലുള്ള സ്മൂത്തീസ് ഒക്കെ ട്രൈ ചെയ്യാം. മെഴ്സിന്റെ ഐസ്ക്രീം നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മേജർ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ലേബൽ പ്രോഡക്ട്സ് ആണ് അല്ലേ? എന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാം, പക്ഷെ എന്നാലും നമ്മുടെ ഷെഫ് അല്ലേ പറയേണ്ടത്. പറയൂ. നമ്മ ഈ ഐസ്ക്രീമിന്റെ ടബിൽ നോക്കിയാൽ കാണാം, കെമിക്കൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ കളേഴ്സ് ഉപയോഗിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറൽ എന്തെങ്കിലും പ്രോഡക്റ്റ്, അതായത് അതെ, നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെഡ് കളർ ബീട്രൂട്ടിൽ നിന്നാണ്, യെല്ലോ ടർമറിക്കിന്റെ ആണ്, നമ്മുടെ ഗ്രീൻ വരുന്നത് സ്പിനച്ചിന്റെ ആണ്. ഓ, അപ്പൊ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല കഴിച്ചാല്. ഓക്കെ, കളറിങ്ങിന് ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കളറിങ്ങിന് 3 രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. നാച്ചുറൽ ഐഡന്റിക്കൽ ആൻഡ് സിന്തറ്റിക്കൽ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ വാനില ഐസ്ക്രീമിലാണെങ്കിൽ ഒറിജിനൽ വാനില പൊടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലേവറും കളറും എല്ലാം ഒറിജിനൽ തന്നെയാണ്, നാച്ചുറൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, നോ പ്രിസർവേറ്റീവ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇൻഗ്രീഡിയൻസിൽ നോക്കിയാലും കാണാം ഇൻഗ്രീഡിയൻസ് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു നമ്മളൊരു സ്റ്റോറേജ്, അതായത് പ്രിസർവേറ്റീവ്സ് ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ഇത്ര നാളിരിക്കും പിന്നെ അല്ലേ? ഇല്ല, അവിടെ പ്രശ്നം വരുന്നില്ല. നമ്മൾ പ്രിസർവേറ്റിംഗ് മെത്തേഡ് നമ്മുടെ ഉദ്ദേശിച്ചത് -18 to 20 ഡിഗ്രിയിലാണ്. അവിടെ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാവില്ല. ഒരു പ്രൊഡക്റ്റും തന്നെ സ്പോയിലായി പോവില്ല. ആ ടെമ്പറേച്ചറിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് പോകാം. അതാണ് പറഞ്ഞത്, ഫ്രീസറിൽ വെക്കണം പറഞ്ഞത് ഐസ്ക്രീം മേടിച്ചിട്ട്. എപ്പോഴും -18 to -20 ഡിഗ്രിയിലായിരിക്കണം നമ്മുടെ ഐസ്ക്രീം സ്റ്റോർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടെ ക്രിസ്റ്റൽ ഫോം ചെയ്യാനുള്ള സാധ്യതകളും സ്പോയിൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. മെഴ്സിന്റെ തന്നെ പൾപ്പാണ്, ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. മാംഗോ പൾപ്പാണ്. മാംഗോ പൾപ്പ്, കുറച്ച് റോബസ്റ്റ് ബനാന, ഒരു തിക്കൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഷുഗർ, മിൽക്ക്, നമ്മുടെ 2 ഐസ്ക്രീം, ടെൻഡർ കോക്കനട്ടും മാംഗോയും നമുക്ക് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പൾപ്പ് രത്നഗിരി അൽഫോൺസോ മാംഗോ ആണ്. ഷുഗർ ആഡ് ചെയ്യാം, മധുരം എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മാംഗോ ഐസ്ക്രീം. അടുത്ത് നമ്മുടെ ഐസ്ക്രീം ട്രോപ്പിക്കൽ ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. അതിന് ടെൻഡർ കോക്കനട്ട്, ഇതിൽ റിയൽ ചങ്ക്സ് ഉണ്ടല്ലേ? ടെൻഡർ കോക്കനട്ട് ചങ്ക്സ് ഉണ്ട്. ഐ ലവ് ദാറ്റ്. ഇങ്ങനെ കടിക്കാൻ കിട്ടും നമുക്ക്. കുറച്ചും കൂടി ഈ ട്രോപ്പിക്കൽ ആക്കണമെങ്കിൽ നമ്മുടെ തന്നെ പാഷൻ ഫ്രൂട്ടിന്റെ ഐസ്ക്രീം ഉണ്ട്, അതും ആഡ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ അത് ഇതിന്റെ കൂടെ തന്നെ ബ്ലെൻഡ് ആയി പോകോളൂ. ഒരു സ്കൂപ്പ് പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം കൂടി ഇട്ടാ പോരെ. അതില് റിയൽ സീഡൊക്കെ ഉണ്ട് പാഷൻ ഫ്രൂട്ടിന്റെ ഐസ്ക്രീമിനകത്ത്. അങ്ങനെ കടിക്കാൻ കിട്ടും ചേച്ചി. ഇതിലും കഴിക്കാൻ കിട്ടും, നല്ല രസമാണ്. പൾപ്പ് ഇങ്ങനെ കഴിക്കാൻ കിട്ടും. പാലയുടെ ചെയ്താലോ നമുക്ക്? ഓക്കെ, അപ്പൊ എല്ലാവിധ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടച്ച് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്താലോ? കുടിക്കാൻ റെഡിയാണോ? നമുക്കൊന്ന് ഗാർണിഷ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞങ്ങൾ റെഡി. ഏത് ഫ്ലേവർ ഫസ്റ്റ്? മാംഗോ. മാംഗോ ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലേവർ. ആൽഫോൺസ് മാംഗോയുടെ നല്ല ടേസ്റ്റ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഇത് ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്ത എപ്പിസോഡിൽ എന്ത് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വരുന്നതെന്ന് അറിയാൻ നിങ്ങൾ കാത്തിരുന്നോളൂ. അതുവരെ മസ്ലീസ് ഐസ്ക്രീം മാജിക്കിൽ നിന്ന് ബൈ ബൈ.